ഇന്ന് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം കല്ലിട്ടതുകൊണ്ട് കപ്പലോടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ UDFന്റെ ഇക്കാര്യത്തിലെ സംഭാവന അവിടെ ഒരു കല്ലിട്ടു എന്നുള്ളതാണ്. ഞങ്ങളുടെ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഈ പോർട്ട് കമ്മീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു വാചകം കൂടി പറഞ്ഞു, ഞങ്ങൾ ഈ നടത്തുന്ന ഉദ്ഘാടനം എവിടുന്നോ ഒരു ബോട്ട് തള്ളിക്കൊണ്ടുവന്ന് ഓടിച്ചു പോക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് UDFന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തത് മാതിരി അല്ല, ഇത് പ്രവർത്തിക്കുന്ന ഒരു തുറമുഖമാണ്, അതിന്റെ കമ്മീഷനിങ് ആണ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. അപ്പോൾ ക്ഷണിക്കുന്നതും ക്ഷണിക്കാതിരിക്കുന്നതും വരുന്നതും വരാതിരിക്കുന്നതും എന്നതിനപ്പുറത്ത് ഇത് ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് ഇവിടെ പിന്നെ മറ്റു 2 പേർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് കൃത്യമായ മറുപടിയുണ്ട്. പിന്നെ എന്താ അനിൽകുമാർ പറഞ്ഞത് ഇവിടെ ഗുണ്ടാപിരിവ് നടത്താൻ, ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുകയാണ്, ഗുണ്ടാപിരിവ് നടത്താൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രധാനമന്ത്രി നിയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പരുഷമായ ഭാഷയിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന അനിൽകുമാറെ ഇവിടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൽ അത് ലോണായിട്ടാണ് എന്നുള്ളത് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോണായിട്ട് കൊടുക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നിങ്ങൾ ലോണായിട്ടാണ് തരുന്നത്, നിങ്ങൾ അത് പിന്നെ സബ്സിഡി ആയിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കോൺട്രിബ്യൂഷനായി തരുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനുശേഷവും നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ പ്രധാനമന്ത്രിയെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാവില്ലെന്നുണ്ടോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് നിങ്ങൾ ക്ഷണിച്ചത്? അപ്പോൾ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിന് ശേഷം അതിന് മുമ്പേ അറിയാമായിരുന്നല്ലോ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുക. നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. തിരുവായ്ക്ക് എതിർവായില്ലാതെ പ്രധാനമന്ത്രി ഓഫീസ് പറയുന്നതിനോട് യോജിക്കേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തി നിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ, അതിനപ്പുറത്തേക്ക് ഒരു നടപടികളിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് പറയാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ പത്രപരസ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ ബന്ധുക്കളായതുകൊണ്ടാണെന്നാണ്. ഇവരൊക്കെ പണ്ടൊക്കെ ശ്രീ K കരുണാകരനെയൊക്കെ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുമായി അദ്ദേഹം സല്ലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേരള ചില വാർത്തകൾ വന്നപ്പോൾ ഇതേ ഇടതുപക്ഷം ഈ പിണറായി വിജയൻ ഉൾപ്പെടെ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട്. അന്ന് ശ്രീ K കരുണാകരൻ്റെ കൊച്ചുമകൻ തന്നെയല്ലേ K കരുണാകരനോട് ഉണ്ടായിരുന്നത്. ഞാൻ സാന്ദർഭികമായി അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇവിടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ മകളും കൊച്ചുമകനും ഒക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളാരാ ചോദിക്കാനെന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് നടക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഈ പോർട്ടിനെ സംബന്ധിച്ച് നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള പിന്നെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയും മാറ്റി നിർത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് നടക്കട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ പിന്നെ പറഞ്ഞെന്താ, ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം അദ്ദേഹം പോയതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ്. VS അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ശകാരം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ നോക്കൂ, ഇവിടെ അഭിലാഷെ കമ്പയർ ചെയ്യുന്നതാണ് നെഹ്റുവിനെയും ഇന്ദിരയുമായിട്ടാണ് പിണറായി വിജയൻ്റെ മകൾ ഈ കോഴപ്പണം പിന്നെ മാസപ്പടി വാങ്ങിയ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരിയെയും കമ്പയർ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ലെഗസി എവിടെ കിടക്കുന്നു, വീണ തൈക്കണ്ടിയുടെ ലെഗസി എവിടെ കിടക്കുന്നു, നെഹ്റുവിന്റെ ലെഗസി എവിടെ കിടക്കുന്നു, പിണറായി വിജയന്റെ ലെഗസി എവിടെ കിടക്കുന്നു? ഇതൊക്കെ ആരുണ്ടായി പറയുന്നത്? നീ താങ്കൾ ചോദിച്ചു അല്ല താങ്കൾ അവിടെ നിർത്ത്. ആ തള്ളലൊന്നും ഇങ്ങോട്ട് വേണ്ട, ആ തള്ളൽ ഇങ്ങോട്ട് വേണ്ട, അതൊക്കെ പാർട്ടി ക്ലാസ് മതി. ഞാൻ സംസാരിക്കുമ്പോൾ ഇടവേണ്ട. നാഷണൽ ഹെറാൾഡ് പിടിച്ച കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. താങ്കൾ മര്യാദ പറയുന്ന കേട്ടാ മതി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു, SFI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ആ ബിസിനസ്സുകാരിയെ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിടിഞ്ഞെത്ത് പോയാൽ ഞങ്ങളത് പറയും. താങ്കൾ കേൾക്കാനേ താങ്കൾക്ക് വിധിയുള്ളൂ. താങ്കൾ കേട്ടേ പറ്റൂ. അഭിലാഷ് ഇത്തരത്തിൽ ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സംസാരിക്കുന്നില്ല. ശരി, ഈ ചർച്ചയിൽ സംസാരിക്കണമെങ്കിൽ അഭിലാഷ് ഈ ശരി അല്ല ഷാൽക്കു പറഞ്ഞാൽ അങ്ങയുടെ അവസരത്തിൽ അങ്ങേലേക്ക് വരാം. ശരി അല്ല ഇനി പാത്തർക്കം വേണ്ട. ശരി അല്ല ഷിജോതി കുമാർ ചാമക്കാല അങ്ങയുടെ ഈ അവസരത്തിലെ ഊഴം അത് കംപ്ലീറ്റ് ചെയ്യൂ. അതിനുശേഷം എനിക്ക് രാജേഷിലേക്ക് പോകണം. താങ്കളുടെ അവസരത്തിൽ പറയൂ.
ഓക്കെ, താങ്കൾ കൺക്ലൂഡ് ചെയ്യൂ. ശ്രീ ജ്യോതികുമാർ, താങ്കൾ കൺക്ലൂഡ് ചെയ്യൂ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു അഭിലാഷം ആ, കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നേ ഉള്ളൂ. കേട്ടോളൂ. താങ്കൾ ചോദിച്ചു കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളുടെ ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ് ഈ സംഭവം എന്നെല്ലാം. ഞാനൊന്ന് കൃത്യമായി അഭിലാഷനോടും ചോദിക്കട്ടെ, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ. 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക. അതിനുമുമ്പ് പിന്നെ ശ്രീ എം വി രാഘവനും ശ്രീ കെ കരുണാകരനും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഇതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നടന്ന് പൂർണ്ണപ്രാപ്തിയിലെത്തില്ല. നോക്കൂ, 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള UPA സർക്കാരുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി ജയറാം രമേശിനെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 2-3 വർഷം എടുത്ത് ആ പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തിയാക്കി 4000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ച് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഈ കേന്ദ്രത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി. ചരിത്രത്തിലാദ്യമായി അത്തരത്തിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച് പിന്നെ അദാനി ഗ്രൂപ്പുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടു. അദാനി ഗ്രൂപ്പുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർട്ട് നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനാണ്. സ്വാഭാവികമായി ഏത് സർക്കാർ, ഞങ്ങളുടെ സർക്കാർ തുടർന്ന് വന്നാലും അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നാലും ആ എഗ്രിമെൻ്റ് പ്രകാരമുള്ള തുക അവർക്ക് നൽകണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏത് സർക്കാരിൻ്റെയും ബാധ്യതയാണ്. കാരണം ഒരു സർക്കാരിന് വേണ്ടി എഗ്രിമെൻ്റ് ഇടുമ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് പൈസ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങളായാലും അവരായാലും മറ്റൊരാൾ വന്നാലും സർക്കാരിന് വേണ്ടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി. ആ 7000 കോടി രൂപ പ്രോജക്റ്റിൽ 6000 കോടി രൂപയും കള്ളപ്പണമാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞവരല്ലേ ഇവരിതിനെതിരായി ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷനെ വെച്ചവരല്ലേ? ഇതിനൊക്കെ ഒരു അർത്ഥവുമില്ലെന്ന് അവസാനം ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ടെൻഡറിന് മേളിൽ എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാവുള്ളത്? അദാനി ഗ്രൂപ്പിന്. പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് LDF ആയാലും UDF ആയാലും കൊടുത്തേ പറ്റൂ. കാരണം എഗ്രിമെന്റ് ഒപ്പിട്ട് പോയി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത്? എന്താ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ? അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് UDFന്റെ കുഞ്ഞാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പേര് പുള്ളിയുടെ ശിവൻകുട്ടി, അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ. അദ്ദേഹത്തിന് പണ്ടും അന്നും ഇന്നും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് കൊണ്ടുപോയി ഒരു ടവലോ അല്ലെങ്കിൽ സോപ്പോ ചീപ്പോ കൊടുത്തതിന് ശേഷം ആ കുഞ്ഞ് എൻ്റെ ആണെന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ കുട്ടി UDFന്റെ കുട്ടിയാണ്. ആ കുട്ടിയെ ഞങ്ങൾ താലൂരിക്കരെ ജനങ്ങൾ കേരളത്തിൽ ആ ബോധ്യം ക്രെയിൻ കൊണ്ടുവന്ന ദിവസത്തെ ക്രെയിൻ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തപ്പോൾ തന്നെ അന്ന് ശരി, ഓക്കെ, ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് എന്ന് UDF ക്ലെയിം ചെയ്യുന്നു. സ്വാഭാവികം 2 കൂട്ടരും ക്ലെയിം ചെയ്യും.